ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും മാറിക്കൊണ്ട് പണവരവ് വർദ്ധിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ, സാമ്പത്തികമായിട്ട് ഏറെ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കൂടുതൽ പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ നോക്കാം ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച്. 5-ൽ കുജൻ, ശനി, 6-ൽ ആദിത്യൻ, ശുക്രൻ, രാഹു, 7-ൽ ബുധൻ, അതുപോലെ വ്യാഴം 12-ൽ ഒരു രക്ഷാകവചവും തീർക്കുന്നുണ്ട്. കേതുവും ഒപ്പം തന്നെയുണ്ട്. ഇതാണ് ഈ നക്ഷത്ര ജാതകരുടെ ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ എല്ലാ വിഘ്നങ്ങളും മാറുകയും മനസ്വസ്ഥത വർദ്ധിക്കുകയും ദുഷ്ചിന്തകളൊക്കെ ഒഴിവായി പോകുകയും ചെയ്യും. രോഗാരിഷ്ഠിതകളും ദുഃഖ അനുഭവങ്ങളും ഈ സമയത്ത് ഉണ്ടാകില്ല. മക്കളുടെ ആരോഗ്യ കാര്യത്തിൽ കുറച്ച് മെച്ചപ്പെട്ട സാഹചര്യം കൂടി ആയിരിക്കും ഇവർക്ക്. ഇവരുടെ ബുദ്ധിസാമർഥ്യവും വാക്ക് സാമർഥ്യവും കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. അർശോരോഗം, മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും. അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങളും ഈ ഏപ്രിൽ മാസത്തിൽ ഇവർക്ക് ലഭിക്കാൻ സാധ്യതകൾ ഉണ്ട്. ചില അസുഖങ്ങൾ ഒഴിഞ്ഞു പോകുന്നതോടുകൂടി ശസ്ത്രക്രിയയും മാറിപ്പോകാൻ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ പാപകർമ്മങ്ങളെയും സത്യത്തെയും മറച്ചുവെച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും. ആലോചനയിലുള്ള പുനർവിവാഹം നടത്താൻ നല്ല സമയമാണ്. തർക്ക വിഷയങ്ങളിൽ വിജയം നേടുകയും ചെയ്യും. പുതിയ വീടിനുള്ള ശ്രമം വിജയത്തിൽ എത്തും. തർക്ക വിഷയങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. പുതിയ വീടിനായിട്ടുള്ള ശ്രമം തുടരുന്നവർക്ക് സാഹചര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് തന്നെ ഭവിക്കും. ഇവർ ദോഷപരിഹാരത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ശത്രുതാ സംഹാര മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 4-ൽ കുജനും ശനിയും, 5-ൽ ആദിത്യനും ശുക്രനും രാഹുവും, 6-ൽ ബുധൻ, വ്യാഴം, 11-ൽ കേതു. ഇങ്ങനെ പോകുന്നു ഗ്രഹനില. മനസ്സിലും വീട്ടിലും ഉള്ള അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. വീട്ടിലെ കലഹങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. ശത്രുക്കളിൽ നിന്നുള്ള ദുഃഖ അനുഭവങ്ങൾ മാറിക്കിട്ടും. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഉദരബന്ധിയായ രോഗങ്ങൾ, പനി, ചുമ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട്. ഒന്നിലും തൃപ്തി തോന്നുകയില്ല. ധനലാഭങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കൂടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ബന്ധുജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകും. മനോവിചാരം ഏറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കലഹവാസനകൾ കുറഞ്ഞു തുടങ്ങും. തർക്ക വിഷയങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കണം. വാക്കു തർക്കങ്ങളും ഒഴിവാക്കണം. തൊഴിൽ രംഗത്ത് നിന്ന് വരുമാനം വർദ്ധിക്കും. പഴയകാല സുഹൃത്തുക്കളെ കാണാൻ അവസരമുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നോക്കാം പൂരാടം നക്ഷത്ര ജാതകരെക്കുറിച്ച്. പൂരാടം നക്ഷത്ര ജാതകർക്ക് 3-ൽ കുജൻ, ശനി, 4-ൽ ആദിത്യൻ, ശുക്രൻ, രാഹു, 5-ൽ ബുധൻ, വ്യാഴം, 10-ൽ കേതു. ഇതാണ് ഗ്രഹനില. അതുകൊണ്ട് തന്നെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ നടക്കാനുള്ള തടസ്സങ്ങൾ ഇവരെ വിട്ടൊഴിഞ്ഞുകൊണ്ട്
ജീവിതത്തിൽ വിജയസാധ്യത ഉറപ്പിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഉത്രാടം നക്ഷത്ര ജാതകർക്ക്. ഇവർക്ക് 3-ലെ കുജനും ശനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ സമ്മാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു ഗ്രഹനില കൊണ്ട് തന്നെ ഇവരുടെ സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അമ്മയുമായിട്ടുള്ള കലഹങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം വളരെ അനുകൂലം തന്നെയാണ്. സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. പുതിയ വീട് പണിയാൻ അവസരം ഉണ്ട്. ശത്രുക്ഷയം സംഭവിക്കും. ഭാര്യയോടും അല്ലെങ്കിൽ ഭർത്താവിനോടും മക്കളോടും ഐക്യത്തോടും സന്തോഷത്തോടും കൂടി വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ അവസരം വരും. ഏത് പ്രതിസന്ധിയെയും നിശ്ചയദാർഢ്യത്തോടെ നേരിട്ടുകൊണ്ട് സാമ്പത്തിക ഉന്നതി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക്. ഇവർ ഏറെ നാളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന വിവാഹ ആലോചനകൾ സഫലമാകും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. തൊഴിൽ സ്ഥലത്തെ കലഹങ്ങളും മാറും. തൊഴിൽ സ്തംഭനം അതിജീവിക്കാൻ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം ലഭിക്കും. മക്കളെ കൊണ്ട് സമാധാനവും സന്തോഷവും കിട്ടും. കമിതാക്കളുടെ പ്രണയം സഫലമാകും. വന്ധ്യതാ ചികിത്സകൾ സഫലമാകും. പണം ക്രമം വിട്ട് ചെലവാക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഭാഗ്യ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇരട്ടിയായിട്ട് ലഭിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 2-ൽ കുജനും ശനിയും, 3-ൽ ആദിത്യൻ ശുക്രൻ രാഹു, 4-ൽ ബുധൻ വ്യാഴം, 9-ൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ അവിട്ടം നക്ഷത്ര ജാതകർക്കുള്ള ഭാഗ്യ അനുഭവങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങി ധനലാഭ ഐശ്വര്യങ്ങളും തൊഴിൽ രംഗം പുഷ്ടിപ്പെടാനും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. വാക്കുദോഷം കൊണ്ടുള്ള കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കണം. കഠിന വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണം നടത്താൻ നല്ല സമയമാണ്. ധനത്തെ സംബന്ധിച്ചും ഭൂമിയെ സംബന്ധിച്ചും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സ്ഥാനക്കയറ്റം ലഭിക്കും. ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മനോവിചാരങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ പദ്ധതികൾ തുടങ്ങാൻ നല്ല സമയമാണ്. എന്തൊക്കെയുണ്ടെങ്കിലും ഒരു സുഖം തോന്നാതിരുന്ന സാഹചര്യത്തിൽ നിന്നും സർവ ഐശ്വര്യം ലഭിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ പോകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇവർ വരും ദിവസങ്ങളിൽ ഇവരുടെ ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിച്ചാൽ ഇവരെ കാത്തിരിക്കുന്നത് വലിയ വിജയങ്ങൾ തന്നെയായിരിക്കും. ഇനി നമുക്ക് ചതയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ കുജൻ ശനി, 2-ൽ ആദിത്യൻ ശുക്രൻ രാഹു, 3-ൽ ബുധൻ വ്യാഴം, അഷ്ടമത്തിൽ കേതു. ഇതാണ് ചതയം നക്ഷത്ര ജാതകരുടെ ഗ്രഹനില. അതുകൊണ്ട് തന്നെ ഇവരുടെ സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. ധനനാശങ്ങളെ അതിജീവിച്ചുകൊണ്ട് ധനലാഭത്തിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന സമയമാണ്. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശരീരത്തിൻ്റെ ക്ഷീണവും ചടവും മാറിക്കിട്ടും. ശത്രുഭയം, പോലീസ് തുടങ്ങിയ അധികാരസ്ഥാനത്ത് നിന്നുള്ള ഭീതി ഉണ്ടാകും. അതുപോലെ സ്ഥാനഭ്രംശം ഉണ്ടാകാൻ ഇടയുണ്ട്. ചില സുഖ അനുഭവങ്ങളും ഉണ്ടാകും. ആപത് ഭീതി ഇവരെ വിട്ടൊഴിയും. തർക്കവിഷയങ്ങളിലോ മധ്യസ്ഥതാ ശ്രമങ്ങളിലോ വിജയസാധ്യത ഇവർക്കൊപ്പം തന്നെയാണ്. മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും. റെക്കോർഡുകളിലും മറ്റും ഒപ്പിടുന്നതിനും അംഗീകരിക്കുന്നതിനും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. നിശ്ചയദാർഢ്യത്തോടെ ഈശ്വരാർപ്പണത്തിനായി എല്ലാം നേരിടാൻ ശ്രദ്ധിക്കുക. അവിചാരിതമായ ചില ധനാഗമങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട്. എല്ലാം മനസ്സിലൊരുക്കുന്ന ഒരു രീതി ഇവർ മാറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ
വരും ദിവസങ്ങളിൽ ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിവാഹമോചന കേസുകളും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ചതയം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഗണപതിക്ക് അപ്പം വഴിപാട് നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.